തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. കോട്ടയം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ പാലായിൽ BJP ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, പൂഞ്ഞാറിൽ BJP ദേശീയ കൗൺസിൽ അംഗം PC ജോർജ് എന്നിവരാണ് BJPയുടെ സ്ഥാനാർത്ഥി സാധ്യതാ ലിസ്റ്റിലുള്ളത്. രണ്ടിടങ്ങളിലും BJPക്ക് വലിയ വിജയ സാധ്യതയാണ് ഉള്ളതെന്ന് ഷോൺ ജോർജ് അമൃത ന്യൂസിനോട് പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾ BJPക്കൊപ്പമാണെന്നും കേരളത്തിൽ ന്യൂനപക്ഷ വിരുദ്ധത കാട്ടുന്നത് CPM-ഉം കോൺഗ്രസുമാണെന്നും ഷോൺ കൂട്ടിച്ചേർത്തു. സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊന്നും ആയില്ലെങ്കിലും കോട്ടയം ജില്ലയും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷന് പാലായിലേക്ക് പ്രധാനമായും BJP പരിഗണിക്കുന്ന സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ്. ഷോൺ, ഇപ്പോൾ പാലായിലേക്ക് ഒരു സാധ്യത ഷോണിനെ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ പാലായിലേക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ നിലവിലെ MLA മാണി സി കാപ്പൻ മത്സരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ ഒരുപക്ഷെ ജോസ് കെ മാണിയും വന്നേക്കാം. അപ്പോൾ ഷോൺ ജോർജും കൂടെ വരുവാണ്. ഒരു ശക്തമായ ത്രികോണ മത്സരമായിരിക്കുമെന്ന് തന്നെ കരുതുന്നു. എങ്ങനെ കാണുന്നു പാലായിലെ ഒരു പോരാട്ടം എങ്ങനെയായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്? ആരെയും നമ്മൾ നിസ്സാരമായി കാണില്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പിനെയും നിസ്സാരമായി കാണരുത് എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം. അതുകൊണ്ട് തന്നെ എല്ലാ തെരഞ്ഞെടുപ്പിനെയും ഗൗരവത്തോടു കൂടി കാണുകയും കൃത്യമായ സംഘടനാ സംവിധാനവും കൃത്യമായ പ്രവർത്തന രീതികളും BJPയുടെ എല്ലാ കാലത്തെയും വിജയം അതാണ്. പാലായിൽ ബഹുദൂരം തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് മുമ്പോട്ട് പോകാൻ BJPക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വലിയ മുന്നേറ്റം, ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല എങ്കിൽ പോലും അതിന് വലിയ മുൻതൂക്കം ഇപ്പോൾ പാലായിൽ NDAയ്ക്കുണ്ട്. തീർച്ചയായിട്ടും സ്ഥാനാർത്ഥികൾ ആരെന്നുള്ളതല്ല, വളരെ അനുകൂലമായ ഒരു സാഹചര്യം പാലായിൽ ജയിച്ചു വരാനുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലേതും കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ഒക്കെ പാലായിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ BJPക്ക് ഇപ്പോൾ അന്നത്തെ ഒരു കണക്കുകളിൽ ഭൂരിപക്ഷം വെച്ച് നോക്കിയാൽ വലിയ പിന്നിലായിരുന്നു കണക്കുകൾ നോക്കുമ്പോൾ. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വിജയസാധ്യത എത്രത്തോളം, ഏതൊക്കെ ഘടകങ്ങളാണ് അനുകൂലമാകുമെന്ന് കരുതുന്നത്? പാലായിൽ അന്ധമായ രാഷ്ട്രീയമുള്ള നിയോജകമണ്ഡലമല്ല പാല. LDF വോട്ട്, UDF വോട്ട്, BJP വോട്ട് അങ്ങനെയൊന്നും ഇല്ല പാലായിൽ. അത് 22 വർഷം മുമ്പ് തെളിയിച്ച സ്ഥലമാണ് പാല. അതായത് 2004 NDAയുടെ സ്ഥാനാർത്ഥിയായി നിന്ന് PC തോമസ് 10,000 വോട്ട് ലീഡ് പിടിച്ച നിയോജകമണ്ഡലമാണ്. അന്ന് മോദി എഫക്റ്റ് ഇല്ല, BJP ഇന്ത്യ ഭരിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് അതല്ല സാഹചര്യം. നിങ്ങൾക്കറിയാം, അന്ന് ഞാൻ പോലും BJP അല്ല. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മോദി തരംഗമുണ്ട്. അത് ജനങ്ങൾക്കിടയിൽ വലിയ വിശ്വാസം നേടിയൊരു ഭരണകൂടമുണ്ട്, രാഷ്ട്രീയ പാർട്ടിയുണ്ട്. 2004 10,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കാമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ BJPക്ക് പാലായിൽ അത് 25,000-ലേക്ക് വർദ്ധിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അതിനുള്ള ജോലി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ തൊട്ടടുത്ത നിയോജകമണ്ഡലം PC ജോർജ് കാലങ്ങളായി അടക്കി വാണിരുന്ന ഒരു, അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വന്നിരുന്ന ഒരു മണ്ഡലം, അവിടേക്ക് വീണ്ടും ഒരുപക്ഷെ PC ജോർജ് തന്നെ വന്നേക്കാം. ഒരുപക്ഷെ വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ അദ്ദേഹം ഒരു മുന്നണിയുടെ ഭാഗമല്ലായിരുന്നു, സ്വതന്ത്രനായിരുന്നു. ഇത്തവണ NDAയുടെ ഭാഗമായി വരികയാണെങ്കിൽ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ ഒരു സാഹചര്യം എന്തായിരിക്കും? പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ PC ജോർജിൻ്റെ ഏറ്റവും അധികം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി PC ജോർജ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായിരുന്നൊരു കാര്യം, രണ്ടുപേരും കൂടെ മത്സരിക്കുന്നൊരു സാഹചര്യം ഒഴിവാക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് അപ്പനും മകനുമാണെങ്കിലും ഞങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്പനും മകനും അല്ലല്ലോ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പാർട്ടിയുടെ രണ്ട് ഭാരവാഹികളാണ്. അദ്ദേഹം ദേശീയ കൗൺസിൽ അംഗമാണ്, ഞാൻ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. പാർട്ടി കാണുന്നത് അങ്ങനെയാണ്. രണ്ടുപേരും കൂടെ മത്സരിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് ഞാൻ ഔദ്യോഗികമായി പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നു. പപ്പായുടെ അഭിപ്രായം അതായിരുന്നു. ഇനി പാർട്ടി എന്തു പറയും അതനുസരിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ബാധ്യസ്ഥരാണ്. ന്യൂനപക്ഷങ്ങളെ എത്തരത്തിൽ കൂടെ നിർത്താമെന്നാണ് BJP ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. ഈ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഏകപക്ഷീയമായ ചെറിയ ചെറിയ സംഭവങ്ങളെ ഊതിപ്പെരിപ്പിച്ച് കേരളത്തിൽ അവതരിപ്പിക്കുന്ന ഒഴിച്ചാൽ കേരളത്തിലാണ് യഥാർത്ഥ ന്യൂനപക്ഷ പീഡനം നടക്കുന്നത്. ഇവിടെ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള അനുപാതങ്ങൾ പരിശോധിച്ച് നോക്കിയത് 80-20 എന്നുള്ള അനുപാതത്തിൽ ഇവിടെ ന്യൂനപക്ഷ സ്കോളർഷിപ്പും മറ്റു കാര്യങ്ങളും വിതരണം ചെയ്തപ്പോൾ അതിനെതിരെ കോടതി ഇടപെട്ട് അതിൽ വിധിയുണ്ടായപ്പോൾ അതിന് അപ്പീൽ കൊടുത്താരാ? ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളെ പർപ്പസ്ഫുള്ളി പീഡിപ്പിക്കുന്ന ആരാണ്? അതിന് കൂട്ടുനിന്നാണ് ആരാണ്? കോൺഗ്രസ്സാണ്. ഇവിടുത്തെ JB കോശി കമ്മീഷൻ എവിടെ പോയി? JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല? പുറത്ത് വിട്ടിട്ട് അതിനകത്ത് ദോഷകരമായ എന്തുകൊണ്ടോ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നേരെ മറിച്ച് പാലോളി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ 28 ദിവസം കൊണ്ട് നടപ്പിലാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളെ ഇവിടെ പീഡിപ്പിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ്. അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വളരെ പർപ്പസ്ഫുള്ളി എവിടെയെങ്കിലും നോർത്ത് ഇന്ത്യയിലെ ഇഷ്യൂസ് പൊക്കിക്കൊണ്ടുവരും. 6 വിഭാഗങ്ങളാണ് മൈനോറിറ്റി ആയിട്ടുള്ളത്. ക്രിസ്ത്യൻ,
ബുദ്ധ, ജൈന്, സിഖ്, പാഴ്സി, മുസ്ലിം. അതിൽ 5 വിഭാഗങ്ങൾ കൂടി 5% താഴെയാണ്. ഒരു വിഭാഗം 17%. അപ്പോൾ ഈ രണ്ടും കൂടി 22% മൈനോറിറ്റി എന്ന് പറയുന്നത്. അപ്പം ആ 5 വിഭാഗങ്ങൾ പ്രത്യേകമായി പരിഗണന അറിയിക്കുന്നു. മൈക്രോ മൈനോറിറ്റിയായി, അതിസൂക്ഷ്മ ന്യൂനപക്ഷമായി പരിഗണിക്കേണ്ടവരാണ്. ഇന്നലെ മന്ത്രി അത് പ്രഖ്യാപിച്ചാൽ പരിഗണിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ഉൾപ്പെടെ വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ, ന്യൂനപക്ഷം എന്ന നിലയിൽ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ന്യൂനപക്ഷങ്ങളുടെ ഒരു വലിയ എതിർപ്പൊന്നും പഴയതുപോലെ ഇപ്പോൾ BJPക്ക് ഇല്ല, അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്നും വലിയ എതിർപ്പൊന്നുമില്ല. അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്, അവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നത്. പാലായിലും പൂഞ്ഞാറിലും ആരൊക്കെ സ്ഥാനാർത്ഥിയെ വന്നാലും ഒരുപക്ഷെ ഇപ്പോൾ പരിഗണിക്കുന്നത് അഡ്വക്കേറ്റ് ഷോൺ ജോർജിനെയും ഒപ്പം PC ജോർജിനെയും ആണെങ്കിലും ഇനി മറ്റാരെങ്കിലും വന്നാലും ഇവിടെയൊന്നും സഭകളുടെ ഭാഗത്തുനിന്നും വലിയ എതിർപ്പൊന്നും BJPക്ക് നേരിടേണ്ടി വരില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ യുദ്ധകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.